മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയങ്ങൾ കീഴടക്കിയ തിരുനബി ചരിതം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. ഈ ബുക്കിൻ്റെ ടൈറ്റിൽ ദ സീൽഡ് നെക്ടർ എന്നാണ്, അർ റഹീഖ് അൽ മഖ്തൂം എന്നാണ് അറബിയിൽ. ഇത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ബയോഗ്രഫിയാണ്, സീറാണ്. അപ്പോൾ ഈ സീറ ഇതിൻ്റെ ഒരു സീരീസാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ചില പള്ളികളിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഈ സീറയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് മെയിൻലി ഈ ബുക്കിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് ഇംഗ്ലീഷാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് വായിച്ചിട്ട്, അതായത് ഞാൻ ഓൾറെഡി ഇത് വായിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ സീരീസിൽ ഓരോ ആഴ്ചയിൽ ഒരു ദിവസം, ഓക്കെ, ഞാൻ ഇൻഷാ അല്ലാഹ് കരുതുന്നത് എല്ലാ നിങ്ങളുടെ സമയം, നാട്ടിലെ സമയം, ഇന്ത്യ സമയം വെള്ളിയാഴ്ച ആണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ഒരു എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഞാൻ ആദ്യം ഒരു ഡിസ്ക്ലെയിമർ തരികയാണ്. ഞാനൊരു പണ്ഡിതനല്ല, ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, പണ്ഡിതനല്ല. പക്ഷേ ദീനിൻ്റെ കാര്യങ്ങൾ വായിക്കാനും കേൾക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നിടത്തോളം അത് പ്രവൃത്തി കൊണ്ടുവരാനും താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉള്ള കാര്യങ്ങളല്ല പറയുന്നത്. മെയിനായിട്ട് ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇംഗ്ലീഷിൽ ഉള്ള പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാൻ മലയാളത്തിൽ ഇൻഷാ അല്ലാഹ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ പുസ്തകം ഇത് എഴുതിയിരിക്കുന്നത് സഫിയുർ റഹ്മാൻ മുബാറക് പുരി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചും ഈ ബുക്കിനെക്കുറിച്ചും ഒരല്പം വിവരണം ഞാൻ തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ സീരീസ് തുടങ്ങാം. അപ്പം ബുക്കിൻ്റെ ഉള്ളടക്കം ഞാൻ അടുത്ത ആഴ്ച മുതൽ തുടങ്ങും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ പബ്ലിഷറിൻ്റെ, ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ദാറുസ്സലാം എന്ന് പറയുന്ന ഒരു പ്രസ്സാണ്. ഇവർക്ക് റിയാദിൽ ഇവർക്ക് ഹെഡ് ഓഫീസുണ്ട്. പിന്നെ കൂടാതെ ഇവർക്ക് ഹ്യൂസ്റ്റൺ ടെക്സസിലുണ്ട്. പിന്നെ ഇവിടെ റിയാദ്, ജദ്ദ, ഷാർജ, പാകിസ്ഥാനിലെ ലാഹോർ എന്ന് പറയുന്ന സിറ്റിയിലുണ്ട്, ലണ്ടൻ, ഹ്യൂസ്റ്റൺ, ന്യൂയോർക്ക്, ഇത്രയും സ്ഥലങ്ങളിൽ ഇവർക്ക് ഇവരുടെ ഓഫീസസ് ഉണ്ട്. വലിയ വലിയ ഓഫീസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ദാറുസ്സലാം എന്ന് പറയുന്ന പ്രസ് വളരെ വലിയ ഇസ്ലാമിക് ബുക്സ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രസ്സാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ദാറുസ്സലാമിൻ്റെ ചീഫ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ മാലിക് മുജാഹിദ് എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ ബുക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ആമുഖം ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എഴുതിയിരിക്കുന്ന ആൾ, അതായത് ഇതിൻ്റെ ഓതർ, ഇതിൻ്റെ കർത്താവ്, ഇതിൻ്റെ ഓതറിൻ്റെ പേര് സഫിയുർ റഹ്മാൻ അൽ മുബാറക് പുരി. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഓട്ടോബയോഗ്രാഫിയും ഉണ്ട്. അത് ഞാൻ വായിക്കാം. ഇന്ന് അത് മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഈ എപ്പിസോഡ് തുടങ്ങുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾ ഈ ബുക്കിൻ്റെ വിവരണം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എൻ്റെ കൂടെ ഇതിൻ്റെ എൻഡ് വരെ ഉണ്ടാകുമെന്ന് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നു. ഈ ബുക്ക് വായിക്കുന്നതിലോടുകൂടി, ഒന്നുകൂടി വായിക്കുന്നതിലോടുകൂടി, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലോടുകൂടി എനിക്കും ഇൻഷാ അല്ലാഹ് കേൾക്കുന്ന നിങ്ങൾക്കും ഇതിൻ്റെ ഗുണം ഉണ്ടാകട്ടെ എന്ന് പടച്ചവനോട് നമ്മൾ ആദ്യം തന്നെ ദുആ ചെയ്യാം. അപ്പോൾ അത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇൻ ദ നെയിം ഓഫ് അല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ അബ്ദുൽ മാലിക് മുജാഹിദ് എന്ന് പറയുന്ന ഇതിൻ്റെ പബ്ലിഷർ എഴുതിയിരിക്കുന്നത്
1 ജാനുവരി 2002 എഴുതിയിരിക്കുന്നത്. 2002. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ ഞാൻ ചെയ്തു നോക്കിയപ്പം അർ റഹീഖ് അൽ മഖ്തൂം എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ മുദ്രയിട്ട അമൃത് എന്നാണ് എൻ്റെ അർത്ഥം. മുദ്രയിട്ട അമൃത് എന്നാണ് വന്നത്. അത് എക്സാക്ട്ലി ശരിയാണെന്നുള്ളത് നിങ്ങളും അന്വേഷിച്ച് നോക്കുക, നിങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അർ റഹീഖ് അൽ മഖ്തൂം. ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ മലയാളത്തിൻ്റെ നോളജ് വളരെ ലിമിറ്റഡ് ആണ്. ഞാനിവിടെ അമേരിക്കയിൽ വന്നിട്ട് 26 കൊല്ലം കഴിഞ്ഞ് മലയാളം സംസാരിക്കുന്നത് വളരെ വിരളമായിട്ടാണ്. ഇവിടെ മലയാളികൾ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ഈ അടുത്താണ് കുറച്ച് മലയാളീസൊക്കെ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് വർഷങ്ങൾ മലയാളീസ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് കൺസിഡർ ചെയ്യണം. എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചാൽ നിങ്ങളത് കൺസിഡർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ എഴുത്തുകാരൻ, എഴുതിയിരിക്കുന്ന ഓദർ സഫിയുർ റഹ്മാൻ മുബാറക്പുരി എന്ന് പറയുന്ന പണ്ഡിതൻ, ഇദ്ദേഹം മുബാറക്പൂർ എന്ന് പറയുന്ന ഒരു ഉത്തർപ്രദേശിലെ അസംഗഡ് എന്ന് പറയും. അസംഗഡ് എന്ന് പറയുന്ന സിറ്റിയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് മുബാറക്പൂർ. അവിടുത്തെക്കാരനാണ് ഇദ്ദേഹം. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം ഈ പബ്ലിഷർ പറയുന്നത്, ഓക്കെ, നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഇത് സ്നേഹിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരെ സ്നേഹിക്കുന്നത് അവരുടെ ക്യാരക്ടർ, അവർ കൊണ്ടുവന്ന ബെനഫിറ്റ്സ്, ഇതെല്ലാം ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറയുകയാണെങ്കിൽ, പടച്ചോൻ തന്നെ ഖുർആനിൽ പറയുന്നു, അതായത് റഹ്മത്തൻ ലിൽ ആലമീൻ, അതായത് ഈ മൊത്തം ദുനിയാവിലേക്ക് കരുണയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവാചകൻ്റെ സ്നേഹം നമ്മുടെ ഖുർആനിലും എടുത്ത് അള്ളാഹ് പറയുകയാണ്. സൂറ ആൽ ഇമ്രാനിൽ 3-ാമത്തെ സൂറ 31-ാമത്തെ വചനം അള്ളാഹ് സുബ്ഹാനഹു തആല പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ, പറയുക, പ്രവാചകനോട് പറയാണ്, ജനങ്ങളോട് പറയുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്കുമുല്ലാഹ്. നിങ്ങൾ ജനങ്ങളോട് പറയുക, അള്ളാഹ് പറയാണ്, ഇഫ് യു ലവ് മീ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും എന്ന് ഖുർആനിൽ പറയുന്നു. ഓക്കെ. അപ്പോൾ ഇത് ഖുർആനിലെ ആയത്താണ്. കൂടാതെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു ഹദീസിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളിൽ ആരും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല ടിൽ, ഓക്കെ, ഏതുവരെ നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളുടെ വാപ്പമാരോടുള്ള സ്നേഹം, നിങ്ങളുടെ മകനോടുള്ള സ്നേഹം, മൊത്തം ഈ മാനവരാശിയോടുള്ള സ്നേഹം, ഇവരോടുള്ള സ്നേഹത്തിനേക്കാളും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകുന്നില്ല എന്നാണ് ഹദീസിൽ പറയുന്നത്. ഓക്കെ. യു ഡു നോട്ട് ഹാവ് ഫെയ്ത്ത് അൺടിൽ യു ലവ് യുവർ സെൽഫ്, യുവർ ഫാദർ, യുവർ സൺ, ഓൾ യുവർ മാൻ കൈൻഡ്. ഇത് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ. അപ്പോൾ ഇത് പ്രവാചകൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ആ സ്നേഹം വരണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, പ്രവാചകൻ്റെ ബയോഗ്രാഫി, ഓക്കെ, ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വായിക്കുന്ന ആൾക്ക് പ്രവാചകനോടുള്ള സ്നേഹം ഒരിക്കലും വിട്ടുമാറത്തില്ല. കാരണം ആ ബയോഗ്രാഫി എന്ന് പറയുന്നത് ഈ 23 കൊല്ലത്തെ ആ പ്രവാചകൻ്റെ ലൈഫ്, 23 കൊല്ലത്തെ എസ്പെഷ്യലി പ്രവാചകനായിട്ടുള്ള ലൈഫിൻ്റെ ആ കംപ്ലീറ്റ് ഖുർആനിൻ്റെ പശ്ചാത്തലം, ഖുർആനിൻ്റെ അവതരണം, ഇതെല്ലാം പ്രവാചകൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ പ്രവാചകൻ നടന്നു പോയ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, സാക്രിഫൈസസ്, എന്തെല്ലാം ചെയ്തു, ഇത് നമ്മൾ 23 വർഷത്തെ ആ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രവാചകനാണ്, എങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ സ്നേഹം വളരെ വളരെ വർദ്ധിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് പോകാം.
അപ്പോൾ ഈ പബ്ലിഷർ പറയുന്നൊരു കാര്യം, ഖുർആനിൽ പടച്ചോൻ തന്നെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ 68-ാമത്തെ സൂറ 4-ാമത്തെ വചനം, ഇത് സൂറ ഖലമാണ്, 4-ാമത്തെ വചനം, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ പടച്ചോൻ പറയാണ്, തീർച്ചയായും നിങ്ങൾ മഹത്തായ സ്വഭാവ ഗുണങ്ങളുടെ ഉന്നത നിലവാരത്തിലാണ്. തീർച്ചയായും നിങ്ങൾ മഹത്തായ സ്വഭാവ ഗുണങ്ങളുടെ ഉന്നത നിലവാരത്തിലാണ്. പടച്ചോൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ആരോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ക്യാരക്ടറിനെ കുറിച്ച്. അപ്പോൾ ആയിഷ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ലേ, ഖുർആൻ വായിച്ചിട്ടില്ലേ? ഖുർആൻ എന്തായിരുന്നു? ഈ ഖുർആൻ, ഹി വാസ് എ വാക്കിംഗ് ഖുർആൻ, അതായത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ക്യാരക്ടർ ഖുർആൻ ആയിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും നല്ല ക്യാരക്ടർ നമുക്ക് കാണാം. ഖുർആൻ ഏത് ക്യാരക്ടർ ഖുർആൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ അടുത്ത് എങ്ങനെ ഖുർആൻ നമ്മുടെ അടുത്ത് പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ കാര്യങ്ങൾ പ്രവാചകനിൽ നമുക്ക് പ്രാക്ടീസിൽ കാണാം. നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാം. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആൾക്കാർ വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പല ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നും. അതായത് പ്രവാചകനെക്കുറിച്ച്, പ്രവാചകൻ്റെ ഫാമിലി ലൈഫ്, പ്രവാചകൻ്റെ പിന്നെ ലീഡറായിട്ടുള്ള കാര്യങ്ങൾ, പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പല ഡിഫറെൻറ്റ് ആംഗിളിലും ആൾക്കാർ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ. ഓക്കെ, ഈ എഴുതിയ ആൾക്കാരെല്ലാവരും, അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ എഴുതിയത്, ആ പ്രവാചകനെക്കുറിച്ച് എഴുതിയത് അത് കംപ്ലീറ്റ്ലി നമുക്ക് അതിനകത്ത് എക്സാക്ട്ലി പ്രവാചകന് യോജിക്കുന്ന തരത്തിൽ അത്രയും നിലവാരത്തിൽ എഴുതാൻ നമുക്ക് സാധിച്ചിട്ടുള്ള കാര്യം, നമ്മൾ സാധാരണ ജനങ്ങളുടെ, സാധാരണ മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറിന് ഭയങ്കരമായ ഉയരത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവരുദ്ദേശിച്ചത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, സീൽഡ് നെക്ടർ 1976 മുസ്ലിം വേൾഡ് ലീഗ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇപ്പോഴും ഉണ്ട്. ഈ മുസ്ലിം വേൾഡ് ലീഗ് പാകിസ്ഥാനിൽ ലാഹോർ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ വെച്ച് അവിടെ ഒരു ഇസ്ലാമിക് കോൺഫറൻസ് നടത്തി. അതായത് മുസ്ലിം വേൾഡ് ലീഗ് 1976. അവിടെ ആ കോൺഫറൻസിൽ അവർ അനൗൺസ് ചെയ്ത്, അനൗൺസ് ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ ഒരു കോമ്പറ്റീഷൻ എഴുതാനായിട്ട്, പ്രവാചകൻ്റെ ബയോഗ്രാഫി എഴുതാനായിട്ട് ഒരു കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്ത്, അതിനകത്ത് അവർ പറഞ്ഞ് ബെസ്റ്റ് 5 ആൾക്കാരുടെ ബെസ്റ്റ് റൈറ്റിങ്സ് അത് എടുത്തിട്ട് അവർക്ക് ഇനാം കൊടുക്കും, അവർക്ക് പാരിതോഷികം കൊടുക്കും. അവരുടെ അവർ 5 പേരുടെ, എത്ര പേരുണ്ടോ 5 ബെസ്റ്റ് റൈറ്റിങ്സ് എടുത്തിട്ട് അതിന് 1.5 ലക്ഷം റിയാൽ പാരിതോഷികം കൊടുക്കുമെന്ന് അവർ അനൗൺസ് ചെയ്ത്. ഇത് 1976. എന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ, ഇവർക്ക് 171 ആൾക്കാർ അവരുടെ റൈറ്റിങ്സ്, അവരുടെ പുസ്തകങ്ങൾ 171 ആൾക്കാർ പ്രവാചകനെക്കുറിച്ച് എഴുതി അവർ സബ്മിറ്റ് ചെയ്തു. 171 ആൾക്കാർ. ഇതിൽ 64 പേര് ഉറുദുവിൽ എഴുതി, ഉറുദുവിൽ. ഓക്കെ, 85 ആൾക്കാർ അറബിയിൽ, 21 പേര് ഇംഗ്ലീഷിൽ, ഒരെണ്ണം ഫ്രഞ്ചിലും, പിന്നെ ഒരെണ്ണം ഹൗസ എന്ന് പറയുന്ന ലാംഗ്വേജ്. 171 ടോട്ടൽ പുസ്തകങ്ങൾ സബ്മിറ്റായി ഈ പല ലാംഗ്വേജിലും. പിന്നെ അവരൊരു ബോർഡിനെ വെച്ചിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പണ്ഡിതന്മാരെ, ജഡ്ജസിനെ വെച്ചിട്ട് അവർ ഇതിനകത്തുനിന്ന് 5 പുസ്തകങ്ങൾ സെലക്ട് ചെയ്തു. ആ 5 പുസ്തകത്തിൽ നമ്പർ 1 ആയിട്ട് വന്ന പുസ്തകമാണ് ഇത്. അതായത് സീൽഡ് നെക്ടർ. ഇതാണ് നമ്പർ 1 പ്രൈസ് കിട്ടിയ പുസ്തകമാണ്. ഇദ്ദേഹത്തിന് 50,000 റിയാൽ, സൗദി റിയാൽ, ഇത് 1979 ഓർമ്മ, 50,000 റിയാൽ പാരിതോഷം കിട്ടി ഈ പുസ്തകം നമ്പർ 1 ആയതിന്. ബാക്കിയുള്ള ആൾക്കാർക്ക് 4 പേർക്ക് അവർ വീതിച്ചു കൊടുത്തു ബാക്കിയുള്ളത്.
അപ്പം രണ്ടാമത്തെ സ്ഥാനം വന്നത് ഡോക്ടർ മാജിദ് അലി ഖാൻ എന്ന് പറയുന്ന ഡൽഹിയിൽ ഉണ്ടായിരുന്ന വേറൊരു സ്കോളറാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഇന്ത്യക്കാർക്കാണ് കിട്ടിയത്. മൂന്നാമത്തെ സ്ഥാനത്ത് വന്നത് ഡോക്ടർ നസീർ അഹമ്മദ്. ഇദ്ദേഹം ലാഹോറുകാരനാണ്, പാകിസ്ഥാൻകാരനാണ്. മൂന്നാമത്തെ സ്ഥാനം. നാലാമത്തെ സ്ഥാനം മിസ്റ്റർ ഹാമിദ് മഹ്മൂദ്, ഈജിപ്തുകാരനാണ്. അഞ്ചാമത്തെ സ്ഥാനം അബ്ദുസ്സലാം ഹാഷിം. ഇദ്ദേഹം മദീന മുനവ്വറ, മദീന സിറ്റിയിൽ, പ്രവാചകൻ്റെ സിറ്റിയിലുള്ള ആളാണ്. അപ്പം ഫസ്റ്റ് 3 സ്ഥാനങ്ങൾ ഇന്ത്യൻ സബ് കോണ്ടിനുള്ള ആൾക്കാർക്കാണ് കിട്ടിയത്. 4 ഈജിപ്റ്റ്, അഞ്ചാമത്തത് മദീന. അപ്പോൾ ഹിജ്റ വർഷം 1399 റബിയുൽ അവൽ 12-ാം തീയതി ഒരു വലിയൊരു ഗ്രാൻഡ് ഈവൻ്റ് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇവർ ഈ അവാർഡ് ദാനം നടത്തി, വലിയൊരു പ്രോഗ്രാം നടത്തിയിട്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അബ്ദുൽ മാലിക് മുജാഹിദ് പറയുകയാണ്, അത് അറബിയിലായിരുന്നു ബുക്ക് എഴുതിയത്, അറബിയിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു സിറിയൻ ഒരു വ്യക്തിയെ കൊണ്ട്, മാഹിർ അബു ദഹാബ് എന്ന് പറയുന്ന ഒരു സിറിയൻ വ്യക്തിയെ കൊണ്ട് ഈ പുസ്തകം അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്. ആ ട്രാൻസ്ലേഷന് കുറേയൊക്കെ ന്യൂനതകളുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ ഇവിടെ അമേരിക്കയിൽ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്ന അബു ഖലീൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് രണ്ടാമത്തെ എഡിഷൻ പ്രിൻ്റ് ചെയ്ത്, ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ ട്രാൻസ്ലേഷനിലുണ്ടായിരുന്ന മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി. അപ്പോൾ അതാണ് ഈ കാണുന്ന പുസ്തകം. ഓക്കെ, റഹീഖ് അൽ മഖ്തൂം. അപ്പോൾ അതാണ് ആ പബ്ലിഷറിൻ്റെ നോട്ട്സ്. ഇനി ഓദറിൻ്റെ, എഴുതിയ ആളുടെ ഓട്ടോബയോഗ്രാഫിയാണ് ഇനി ഞാൻ പറയുന്നത്. ഓക്കെ, അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, പക്ഷേ ഇദ്ദേഹത്തിന് ഒരു നിക് നെയിം ഉണ്ട്, കുനിയ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ നിക് നെയിം ഉള്ളത് അബു ഹിഷാം എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് 1942 ഹുസൈനാബാദ് എന്ന് പറയുന്ന സ്ഥലം, ഈ അവിടെ നിന്നും മുബാറക്പൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 1 മൈൽ ദൂരെ മാറിയിട്ട് ഹുസൈനാബാദ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലങ്ങളൊക്കെ അസംഗഡ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു സിറ്റിയുടെ അടുത്താണ് ഇതെല്ലാം കിടക്കുന്നത്. അസംഗഡ്, അതാണ് മെയിൻ സിറ്റി. ഇദ്ദേഹം ആ ചെറുപ്രായത്തിൽ ഖുർആൻ ഓതാൻ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ വാപ്പുപ്പ, ഗ്രാൻഡ് ഫാദറിൻ്റെ കീഴിലും അദ്ദേഹത്തിൻ്റെ അങ്കിളുടെ കീഴിൽ. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വാപ്പുപ്പാണ് ഉപ്പുപ്പാണെന്ന് അറിഞ്ഞുകൂടാ. ഗ്രാൻഡ് ഫാദറിൻ്റെയും അങ്കിളുടെയും കീഴിൽ ഇദ്ദേഹം ഖുർആൻ ഓതാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മദ്രസ അറബിയ ദാറു തഅലീം എന്ന് പറയുന്ന ഒരു മദ്രസയിൽ ജോയിൻ ചെയ്ത് അവിടെ ഇസ്ലാമിക് സ്റ്റഡീസും പെർഷ്യൻ ലാംഗ്വേജും പഠിച്ചു. ഇത് 1943-44 കാര്യമാണ്. ഈ സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ആണ് നടക്കുന്നത്. ഇദ്ദേഹം പേർഷ്യൻ ലാംഗ്വേജും പഠിച്ചു. അത് കഴിഞ്ഞ് 1954 ഇദ്ദേഹം മദ്രസ ഇഹ്യാ ഉൽ ഉലൂം ഇൻ മുബാറക്പൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇഹ്യാ ഉൽ ഉലൂം എന്ന് പറയുന്ന മദ്രസയിൽ ജോയിൻ ചെയ്ത് അവിടെ ഇസ്ലാമിക് സ്റ്റഡീസും അറബിക് ലിറ്ററേച്ചർ, അറബിയിലുള്ള സാഹിത്യം അതിൽ പഠിക്കാൻ കയറി. അവിടെ 2 വർഷം പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 1956 മദ്രസ ഫായിദ് ആം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹയർ സ്റ്റഡീസിൽ കയറി. അവിടെ 7 വർഷം പഠിച്ചു. അവിടെ പഠിച്ചിട്ട് ഫദീലത്ത് ഡിഗ്രി കരസ്ഥമാക്കി. ഫദീലത്ത് എന്ന് പറയുന്ന ഒരു ഡിഗ്രി കരസ്ഥമാക്കി. പിന്നെ അത് കഴിഞ്ഞ് 1959 ഇദ്ദേഹത്തിന് മൗലവി സർട്ടിഫിക്കറ്റ് കിട്ടി. 1960 ആലിമിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടി. അത് കഴിഞ്ഞ് ഇദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. 1961 പഠിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രസംഗം പലയിടത്തും പോയി സ്പീച്ച് കൊടുക്കാനും ലെക്ചർ ചെയ്യാനും ഖുതുബ കൊടുക്കാനൊക്കെ അദ്ദേഹം പോകാൻ തുടങ്ങി. 1969 ഫായിദുൽ ഉലൂം എന്ന് പറയുന്ന ഒരു മദ്രസയിൽ ഇദ്ദേഹം പ്രിൻസിപ്പളായിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ 1408 ഹിജ്റ, ഓക്കെ, അതായത് 1408 ഹിജ്റ വർഷം ഇദ്ദേഹം ഇവിടെ മദീനയിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അവിടെ പോയി ജോയിൻ ചെയ്തു മദീനയിൽ. അവിടെ വെച്ചാണ് ഇദ്ദേഹം ഈ ബുക്ക് എഴുതുന്നത്.
അപ്പം 17 പുസ്തകങ്ങൾ മൊത്തം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഉറുദുവിലും അറബിയിലും 17 പുസ്തകങ്ങൾ. പിന്നെ 1980 മുഹദ്ദിസ് എന്ന് പറയുന്ന ഒരു ഉറുദു മാഗസീൻ, ജാമിയ സലഫിയ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ നിന്ന് ഇറങ്ങുന്ന മുഹദ്ദിസ് എന്ന് പറയുന്ന ഒരു മാഗസീൻ, അതിൽ ജോയിൻ ചെയ്ത് അദ്ദേഹം ഒരു ചീഫ് എഡിറ്ററായിട്ട് ഏകദേശം 8 വർഷത്തോളം അതിനകത്തും വർക്ക് ചെയ്തു എന്ന് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എഴുതിയ ആളിൻ്റെ ഏകദേശം ബാക്ക്ഗ്രൗണ്ട്. വളരെയധികം സമയം പഠിക്കാനും പഠിപ്പിക്കാനും ഇദ്ദേഹം ചിലവാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഓഥറിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പബ്ലിഷർ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ നോക്കി. ഇനി ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച, എല്ലാ ആഴ്ചയും ഇൻഷാ അള്ളാ ഫ്രൈഡേ ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ മാക്സിമം പരമാവധി ശ്രമിച്ച് ഇൻഷാ അള്ളാ ഫ്രൈഡേ ഇതിൻ്റെ ഒരു എപ്പിസോഡ് നമുക്ക് ഇൻഷാ അള്ളാ വാച്ച് ചെയ്യാം ഇൻഷാ അള്ളാ. അപ്പോൾ ഈ ബുക്ക് ഞാൻ ഒന്നുകൂടെ പറയാണ്, പല ആൾക്കാരും കമൻറ്റിൽ, ഇന്നലെയും ഒരു സുഹൃത്ത് കമൻറ്റിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ, അതായത് ബയോഗ്രാഫി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് എഴുതിയിരുന്നു. മലയാളത്തിൽ ഞാനും നോക്കി, യൂട്യൂബിൽ വേറെയും അൽഹംദുലില്ലാ പാണ്ഡിത്യമുള്ള ആൾക്കാരുടെ സീറ ടോക്സ് ഉണ്ട്, ചിലത് പ്രസംഗ രീതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ടോ ഇദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് ഒന്ന് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന്. അപ്പം ഓൾറെഡി ഇങ്ങനെ ഒരു സംരംഭം പലരും ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പം ചില ആൾക്കാരുടെ ശൈലി ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും മെച്ചമാണെന്നുള്ള യാതൊരു തരത്തിലുള്ള വാദമില്ല. ഇത് എൻ്റെ രീതിയിൽ, എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഇൻഷാ അല്ലാ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഞാനിത് വായിച്ച് പഠിച്ച് ഞാൻ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും ഇൻഷാ അല്ലാ. അതാണ് എൻ്റെ പ്ലാൻ. ഇത് നല്ല രീതിയിൽ ചെയ്യാൻ എനിക്ക് തൗഫീക്ക് പടച്ചോൻ തരട്ടെ എന്ന് നിങ്ങളും ദുആ ചെയ്യുക ഇൻഷാ അല്ലാ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനെ കുറിച്ചുള്ള ലിങ്ക് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. ഈ വീഡിയോയും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എത്രയും കൂടുതൽ ആൾക്കാർക്ക് ഇത് എത്തുമോ അത്രയും അൽഹംദുലില്ലാ നമുക്ക് ആൾക്കാർക്ക് ഇൻഷാ അല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടും ഇൻഷാ അല്ലാ. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.